സംബന്ധിച്ച് ഞാനാ വലിയെന്ന് പറഞ്ഞാൽ ആരെ സമ്മതിക്കരുത്? എന്നിട്ട് ഇവര് പറയും ഔലിയാക്കന്മാരാണെങ്കിൽ മശായിഖുമാരാണെങ്കിൽ അവരെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടാവാൻ പാടില്ലെന്നാ ഏറ്റവും പുതിയ കണ്ടെത്തല്. ഒരു രൂപ പോലും ഉണ്ടാവാൻ പാടില്ല എന്നാ. പൊന്മക്കാരൻ നേരത്തെ എന്താ പറഞ്ഞത്? ഔലിയായിനെ മുഴുവൻ വിമർശിച്ചു, ത്വരീഖത്തിന് ആളുകളൊക്കെ വിമർശിച്ചു പറഞ്ഞു. മുറബ്ബിയായ ശൈഖ് ലോകത്തില്ല എന്ന് പറഞ്ഞു. ലോകത്ത് ശൈഖുമാരില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇവിടെ ഏറ്റവും വലിയ ഒരു വാദം അവർ എഴുതി വെച്ചു. മലയാള പുസ്തകത്തിൽ അവർ തന്നെ പൊന്മക്കാരൻ എഴുതി വെച്ചാ തഖ്വ നിർബന്ധമല്ല എഴുതി വെച്ചത്. തഖ്വ നിർബന്ധമല്ല. നിങ്ങൾ ചിന്തിച്ചോ, പ്രചരിപ്പിക്കുക നിങ്ങളത്. ഞാൻ വെറുതെ അല്ല ശൈത്താനെന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഖ്വ ആവശ്യമാണെന്ന് പഠിപ്പിച്ചപ്പോൾ, തഖ്വ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചപ്പോൾ, പോകട്ടെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തില്ലെങ്കിൽ ഖുത്ബ പോലും സഹിയാവൂല. അത്രക്കും നിർബന്ധമായ തഖ്വയെ കുറിച്ച് ഇവരെന്താ പറയുക? തഖ്വ നിർബന്ധമല്ല. അതിനും ഖുർആൻ റിയാക്കാൻ ഇത്തഖുല്ലാഹ മസ്തതഅത്തുന്നാ പറഞ്ഞത്. കയ്യെങ്കിൽ തഖ്വ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ ആ ഖുർആൻ പച്ചക്കള്ളായി പറയുന്നത്. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അല്ലാഹ് കൽപ്പിച്ചത് മുഴുവൻ അനുസരിക്കുക. അല്ലാഹ് വേണ്ടാന്ന് പറഞ്ഞാൽ, ദീന് വേണ്ടാന്ന് പറഞ്ഞാൽ ഒക്കെ ചെയ്യാതിരിക്കുക. അങ്ങനെ തഖ്വ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഈ തോന്നിവാസികൾക്ക് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് തഖ്വ നിർബന്ധമില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു വികലമായ വാദം പ്രചരിപ്പിക്കുന്നുണ്ട്. ജമാഅത്തുകാരൻ പറയാത്ത വാദം, മുജാഹിദ് പറയാത്ത വാദം, ബിദ്അത്തുകാർ പറയാത്ത വാദം, തഖ്വ വേണ്ട എന്ന് പറയുന്ന ഈ വിഭാഗത്തെ കുറിച്ച് ഒരു മുസ്ലിമാണെന്ന് പറയാൻ പോലും കേരളത്തിലെ മുസ്ലിമുകൾക്ക് ലജ്ജയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്, ദീന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇവരാരെങ്കിലും വലിയൊരു ഷാളും വലിയൊരു തലയെക്കെട്ടും കെട്ടി നടന്നിട്ടൊക്കെ ആത്മീയതാക്കന്മാരാ. സ്വലാത്ത് കച്ചവടം നടത്തുന്ന മലപ്പുറം ജില്ലയില് സ്വലാത്ത് കച്ചവടം വെറുതെ പറഞ്ഞതല്ല. പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കണ്ട എന്നല്ല. സമസ്ത ഇന്നവരെ സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ട് കാശ് വാങ്ങിയിട്ടുണ്ടോ? 10 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ഈ കുട്ടികൾ മുഴുവനും ദീനീ പണം 2 മണിക്കൂർ നടത്തിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു ഓടുമ്പോ സമസ്ത അവരോട് പറയാണ്, മക്കളെ നിങ്ങൾ ഇറങ്ങി ഓടാൻ പറ്റില്ല. നിങ്ങളെ പഠനം പൂർത്തിയായ പുസ്തകം കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് മദീനത്തെ റൗദയിലേക്ക് 3 സ്വലാത്ത് എഴുതിയേ പോകാൻ പറ്റുന്ന 10 ലക്ഷം മക്കളെ കൊണ്ട് ദിവസേന 30 ലക്ഷം സ്വലാത്ത് വീതം സമസ്തയുടെ അക്കൗണ്ടിൽ ചൊല്ലിപ്പിക്കുന്നു. 5 കാശ് അതിന്റെ പേര് പിരിവെടുത്തില്ല. ഇവരോ മാസത്തിൽ 4 സ്വലാത്ത് ലഭിക്കും. അതിന്റെ പേരിലോ നിൽക്കുന്ന സ്ഥലത്തിന് 313 റുപ്യ. എത്ര ഭൂമിയാ വാങ്ങിയിട്ടാണ്? അവസാനം ആ ഭൂമിയിലേക്ക് അള്ളാഹിന്റെ ഔലിയാക്കന്മാർ വരാൻ തുടങ്ങി. അവസാനം വന്ന വലിയുള്ളാഹി VS അച്യുതാനന്ദൻ അവസാനം വന്നത് കൊണ്ട് നടന്നില്ല. VS ആണ് അവർക്ക് തിരിയാത്തതിന്റെ പേരിലാണോ? എന്നിട്ട് മഞ്ചേരി പാർലമെന്റില് TK ഹംസ ജയിച്ചപ്പോ ഇവര് പറഞ്ഞു, ശിഹാബ് തങ്ങൾ പാണക്കാട് ഇരുന്ന് ഖലീൽ തങ്ങൾ മുട്ടിപ്പടിക്കരുന്ന് 2 പേരും ദുആട്ട് ആരംഭിച്ചു. ഒരാൾ തോന്നുന്നു മജീദിനെ തോൽപ്പിക്കണേ തോരുന്നു, ഒരാൾ മജീദിനെ ജയിപ്പിക്കണേ തോരുന്നു. ഖലീൽ തങ്ങളെ ദുആ അല്ലാഹു സ്വീകരിച്ചു, ശിഹാബ് തങ്ങൾ ദുആന്ന് അല്ലാഹു സ്വീകരിച്ചില്ല. അവസാനം അല്ലാഹു തആല പറയിപ്പിച്ചു, ഈ ഖലീൽ തങ്ങളെ മോചനത്തിനായി പ്രാർത്ഥിക്കണേ എന്ന് പറയിപ്പിച്ചു. എന്റെ ദുആക്ക് ഇജാബത്തിനെങ്കിൽ ജയിലിലേക്കൂടെ പോകുമ്പോ എന്നാ പറയാ, പിടിക്കല്ല റബ്ബെന്ന് പറഞ്ഞാ പോരെ. മാധ്യമത്തിൽ ഉറക്കത്തിലാ പിടിച്ചെന്നാ, ഉറക്കത്തിലെ പിടുത്തം കിട്ടുള്ളൂ. അതിന് മാത്രം ഉണ്ടത്. അള്ളാന്റെ ഔലിയാക്കന്മാരെ മുഴുവൻ വിമർശിക്കുന്ന ഈ ജാതി ആളുകള് റസൂലുള്ളാന്റെ കുടുംബത്തിന്, സുന്നി സമൂഹത്തിന് അപമാനമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ടിപ്പോ പറയാം അബൂ ഹനീഫ ഇമാമെ ജയിലിട്ടില്ലെന്നാ. ഇന്ന് വരെ സ്വലാത്ത് ഹൽക്കടത്തി പിരിപടത്തിന്റെ പേരിലല്ലത്, വിദേശത്ത് പോയി പര്യടനത്തിന്റെ പേരിലല്ലത്. എന്നിട്ട് എന്ത് തോന്നിവാസം ചെയ്താലും അതൊക്കെ ഔലിയാന്റെ ഈ മഹാന്മാരുടെ പേരിലേക്കാ പോകുന്നത്. ഇപ്പൊ നേരത്തെ പുസ്തകത്തിൽ എന്തോ എഴുതിയപ്പോ ഇവര് പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഷർട്ട് കീറിപ്പോയില്ല, സുലൈഖാനെ പിടിച്ചു വെച്ച ഒന്നാണത്. അത് ഷർട്ടാ കീറിയത് ഇതോ? എന്ത് തോന്നിവാസം ഇതൊക്കെ ഔലിയാന്റെ അമ്പിയാന്റെ അക്കൗണ്ടിലേക്ക്. ജമാഅത്തുകാർ ഇക്കോട്ട് ചെയ്തിട്ടില്ല, മുജാഹിദ് ഇക്കോട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവരെ ചെയ്തൊക്കെ ഔലിയാന്റെ പാതയിലേക്ക്. ഇപ്പൊ ഈ കുട്ടികളൊക്കെ മനസ്സിലായി, അവിടുന്ന് സനത് വാങ്ങി ഇറങ്ങുന്ന കുട്ടികളൊക്കെ കുറെ മനസ്സിലാക്കി, ഇനി ഷെയ്ഖുനാന്റെ ഈ ജീവിതവും ഇവരെ ഈ ജീവിതമൊക്കെ പിന്തുടർന്ന് ജീവിച്ചെങ്കിലോ വലിയാകുന്ന മനസ്സിലാക്കിയത്. ആ തൊരിയക്കത്തുമായി മുന്നോട്ട് പോകട്ടെ. ഞാൻ നിർത്തുകയാണ്, സുദീർഘമായി സംസാരിക്കല്ല. ബഹുമാനപ്പെട്ട ജലീൽ സഖാഫിക്ക് ചെറിയ കിതാബിൽ തന്നെ വലിയ തട്ടിപ്പെടുത്തിയിട്ട് സമൂഹത്തിന് മുമ്പിലേക്ക് ഇവർ വെച്ചുവെക്കുന്ന വികലമായ ആശയങ്ങൾ പറയാണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് സഖാഫി അവരുടെ വേദിയിൽ നിറഞ്ഞു നിന്നിരുന്ന അവരുടെ
വേദിയിൽ നിറഞ്ഞു നീരുന്ന പ്രഭാഷകനാ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് സഖാഫി പോകുന്നു. അദ്ദേഹമൊക്കെ പ്രസംഗിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോയാൽ ചുരുക്കം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് ഈ വരുന്ന ആളുകൾ മുഴുവൻ ത്വരീഖത്തിന്റെ പേരിലാ എന്ന് പറഞ്ഞ് അവസാനം എന്നെ കുറിച്ച് ഇപ്പോൾ ത്വരീഖത്തിന്റെ പേരിലാ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താ ത്വരീഖത്ത് തിരിയാത്ത ആളുകളാ. എന്റെ ജീവിതം കണ്ടാലും എന്റെ സംസാരം കേട്ടാലും നടത്തണമെങ്കിൽ തിരിയില്ല എന്താ ജാതി എന്നുള്ളത്. ഇത് എന്നെ കുറിച്ചൊക്കെ ത്വരീഖത്ത് എന്താ ചെയ്യാ? ഇത്രയും മോശം ത്വരീഖത്ത് അങ്ങനെ മനസ്സിലാക്കി പോലെ എന്നൊക്കെ ത്വരീഖത്തുകാരനാണ് പറഞ്ഞത്. പക്ഷെ അവസാനം എന്നെ കുറിച്ച് വ്യാജ സഖാഫി എന്ന് സിറാജ് എഴുതി. അൽഹംദുലില്ലാഹ്, സന്തോഷമുള്ള കാര്യമാണ് എന്നെ കുറിച്ചൊക്കെ വ്യാജ സഖാഫി എന്ന് എഴുതിയത്. കാരണം എന്താ അറിയോ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പാത എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഒരു സനതുണ്ടായിരുന്നു, സഖാഫി സനത്. ആ സനത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കാന്തപുരത്തിന്റെ ഗുരുനാഥനാകുന്ന KK അബൂബക്കർ ഹസ്രത്തിന്റെ ഉമറുല്ലാഹു മർഖദ ഉസ്താദിന്റെ പേര് കാണുന്നില്ല. കാന്തപുരത്തിന്റെ ഗുരുനാഥനാകുന്ന OK ഉസ്താദിന് ഉമറുല്ലാഹു മർഖദ ശൈഖുനാന്റെ പേരോടെ കാണുന്നില്ല. അങ്ങനെ ഗുരുനാഥന്മാരാകുന്ന പല ആളുകളും പേര് കാണുന്നില്ല. പിന്നെ കാണുന്ന സനത ISD വിദേശ സനത. വിദേശത്തിലെ കുറെ അറബികളെ പേര് കാണുന്നുണ്ട്. മുഹമ്മദ് യാസിൻ, ഈസൽ ഫാദാനി, അങ്ങനെ കുറെ ആളുകളെ പേര് കാണുന്നു. അതൊന്നും മശായിഖന്മാരല്ലാന്നോ ഉസ്താദുമാരല്ലാന്നോ ആലിമികളല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തേ കേരളത്തിലെ ആലിമികളെ പേര് സനദിൽ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് സുഹീൽ ബുഖാരി ദർശെടുത്താല് ഈ തലപ്പാവ് നിങ്ങൾ എടുത്തു വെക്കാനുള്ള സനത് എന്തുകൊണ്ടാണ് നിങ്ങൾ തരാതിരുന്നത്? ഉസ്താദുമാരുടെ പേരില് ഒക്കെ കേരളത്തിന് പുറത്തു പോയിട്ട് ഇന്ത്യന്റെ പുറത്തു പോയാണ് ആ സനത് എന്നത്. തസ്ബീഹുമാല മറിക്കാന്, താടി ഇങ്ങനെ പിടിക്കാന് ഒരേ സനതുണ്ട്. 90ഓളം സനത് നമുക്ക് വന്നിട്ടുണ്ട്. പല വിഷയത്തിലും താടി പിടിക്കാനുണ്ട്, തസ്ബീഹുമാല മറിക്കാന്, ആളെ കാണുമ്പോൾ കൈ പിടിക്കാൻ പലതുമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ജാതി സനതൊക്കെ തന്നപ്പോ കേരളത്തിൽ ഒറ്റ ആലിമീങ്ങൾ കണ്ടില്ല. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടത് ഈ സനത് വ്യാജമാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ സിറാജ് ദിനപത്രം എഴുതി പോയി അസ്ൽ സഖാഫിയെ കുറിച്ചൊക്കെ വ്യാജ സഖാഫി എഴുതിയപ്പോൾ സന്തോഷം. ആ സനത് വ്യാജം തോന്നിപ്പോയല്ലോ, അത് ഉറപ്പായിട്ട് അവർ സമ്മതിച്ചല്ലോ. എന്താ കാരണം നിങ്ങൾക്കറിയോ? എന്റെ സനത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം 4 മദ്ഹബിന് ശരിക്കും ഫത്വ കൊടുക്കാനുള്ള കഴിവും എല്ലാ ഉസൂലും തിരിഞ്ഞ ആളാണ് എന്നെ പറ്റി ഇതിന്റെ പുറമെ 540 ആളുകൾ അന്ന് സനത് വാങ്ങിയപ്പോ ശ്രദ്ധിച്ചോ. 1996 കുറെ ഔലിയാക്കന്മാരൊക്കെ കൂടി ഞങ്ങൾക്ക് സനതെന്ന് വലിയതായി HD ദേവഗൗഡ അടക്കമുള്ള കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ദേവഗൗഡൊക്കെ വന്ന സമ്മേളനത്തിലാ അന്ന് നമുക്ക് സനത് എന്നപ്പോ 540 സഖാഫികൾക്ക് ബിരുദം കിട്ടിയപ്പോ എന്റെ നമ്പർ അന്ന് 72. അഥവാ ബാക്കിയുള്ളവരെ മാർക്കൊക്കെ എന്റെ ബാക്കിലാ. എന്നിട്ട് അന്ന് എന്റെ സനദിൽ അദ്ദറജത്തുൽ ഊല ഫസ്റ്റ് ക്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും സനദിന്റെ കയ്യിലുണ്ട്. ഞാൻ എന്റെ പൊരയിൽ വർക്കത്തിന് തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തു മാറ്റി കാണാനായിട്ട് പൊക്കിപ്പോയാലോ? പൊക്കിപ്പോയിട്ട് പറയും വരാൻ വലിയ വീട് 10 ലക്ഷം രൂപന്റെ വീടാണ് ആ വീട്, അതുകൊണ്ട് ആരും പൊക്കിപ്പോയാലോ? കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഉമർ റസീൽ ഞാനും പ്രസംഗിക്കാൻ പോയപ്പോ അവിടെ ഒരാളൊന്ന് പ്രസംഗിച്ചു പോയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ഒരു കാറും സുന്ദരമായ ഒരു വീടും തന്നില്ല പേര് അസ്നക്കാവി കൂറും അറിയുന്ന പറഞ്ഞത്. അപ്പൊ ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് കയ്യിൽ തന്നെ പൊക്കി കൊണ്ടുപോയി സനത് കയറ്റിയപ്പോ പെട്ടിനുള്ളിൽ ആ സനത് ബാധിച്ചിട്ടുള്ളത്. ഈ സനദിൽ ആ ദർജത്തിൽ ഊരാന്നുണ്ട്, ഫസ്റ്റ് ക്ലാസ് എന്നുണ്ട്. ഈ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ആളെ കുറിച്ച് ഇപ്പൊ വ്യാജ സഖാഫി എന്ന് പറയുന്നു. അതിന് പുറമെ ഒരു സ്ഥലത്ത് വന്ന ഒരാൾ പ്രസംഗിച്ചെന്താരോ, ഹസൻ സഖാഫി എന്ന് പറഞ്ഞാല് കിതാബ് തീരെ തിരിയൂല, മദ്രസ പഠിപ്പിക്കാൻ തീരെ എനിക്ക് കഴിയൂല, പിന്നെ വയറ്റപ്പഴപ്പിന് എന്തെങ്കിലും ജോലി വേണ്ടെന്ന് കഴിഞ്ഞിട്ട് ഉസ്താദ് എന്ത് ചെയ്തു, മലപ്പുറത്ത് വാദിസ്സലാമിന്റെ ജോലി കൊടുത്ത് ഓഫീസ് സെക്രട്ടറി എന്ന പിള്ളേർക്കറിയില്ല, കസേര ഇട്ടെടുക്കാത്ത കക്കൂസ് കഴുകാതൊക്കെ ജോലി എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമർ ദർസി ഉടൻ തന്നെ ഒരു വെള്ള കള്ളാസിൽ ഒരു ജോലി എഴുതി കൊടുത്തു. ഒരു മദ്രസ പോലും പഠിപ്പിക്കാൻ കഴിയാതെ ഫസ്റ്റ് ക്ലാസ് സനതോട് കൂടി ഒരാൾക്ക് നിങ്ങൾ സനത് സർട്ടിഫിക്കറ്റ് സഖാഫി ബിരുദം കൊടുത്തിരിക്കില്ല. ഫസ്റ്റ് ക്ലാസ്സിന്റെ അവസ്ഥ മദ്രസ പഠിപ്പിക്കാൻ കഴിയും, സെക്കൻഡ് ക്ലാസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ലെറ്റർ കിട്ടിയത് എല്ലാം എടുത്ത് സൈഡാക്കി വെച്ചു. രണ്ടാമത്തെ ചോദ്യം ഉമർ ദർസി ഓടും ചോദിക്കാം, ഇങ്ങനെ ഓഫീസ് സെക്രട്ടറി ജോലി കക്കൂസ് കൈകളും കസേരട്ടൊക്കെ ആണെങ്കിൽ നേരത്തെ സമസ്തയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു കാന്തപുരം, ഇദ്ദേഹത്തിനെയും ജോലി തന്നെ ആയിരുന്നു. അതോടെ പ്രസംഗം നിർത്തിപ്പോയിക്കാണ് ചോദിച്ചു നോക്കാനാണ്ട് പോയിട്ട് മറുപടി അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരെ നിൽക്കുന്ന സനത് മദ്രസ പഠിപ്പിക്കാൻ പോലും കൊള്ളാത്ത സനതാണ് എന്ന് ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ട്. ആ സനതും ആ സംസ്കാരവും മാറ്റിവെച്ചിട്ട് സമസ്തയുടെ പാതയിലേക്ക് വരണമെന്നാണ് സഖാഫീസിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഭിമാനം വേണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, വല്ല ദീനി കാര്യം പറഞ്ഞ സമൂഹത്തിൽ നിലയും വരെയും വേണമെങ്കിൽ, നിങ്ങൾ പറയുന്ന ആദർശം സമൂഹം അംഗീകരിക്കണമെങ്കിൽ സഖാഫീസ് അസോസിയേഷന്റെ പാതയിലേക്ക് വരിക. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കതെല്ലാവരോട് പറയാൻ പറ്റുള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഈ രൂപത്തിൽ
പ്രവർത്തകർ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്താന്ന് ബോധ്യപ്പെടാത്തവരല്ല, അള്ളാഹുവിന്റെ ദീനെന്ത് ബോധ്യപ്പെടാത്തവരല്ല. പക്ഷേ ബിദ്അത്തുകാരേക്കാൾ അടപതിച്ച് ഇവിടെ തെമ്മാടിത്തരങ്ങൾ മാത്രം ചെയ്ത് സ്വാലിഹീങ്ങളെ മുഴുവനും മാറ്റിവെച്ച് ഈ രൂപത്തിൽ നടന്ന ആളുകൾ ഇവർ ഇനി വ്യക്തമായി സമൂഹത്തോട് മറുപടി പറയേണ്ട വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സി എം കുട്ടി സഖാഫി സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിധവി ബന്ധങ്ങള് രാഷ്ട്രീയ ബന്ധങ്ങള് എല്ലാം ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ